സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ പുതിയ ദിവസം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തരുന്ന ദൈവം നമ്മോട് കരുണ കാണിക്കുന്നതോർത്ത് ദൈവത്തിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയും സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ശാരീരികമായ ബലം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാനസികമായ ബലവും. മാനസികമായ ബലം ഇല്ലാതെയാകുമ്പോൾ അത് ശാരീരികമായ ബലത്തെയും ബാധിക്കുന്നു എന്ന് കാണാൻ കഴിയും. മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയായി നടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലും എപ്പോഴും അസുഖങ്ങളായിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. മാനസികമായ ബലമാണ് നമ്മുടെ ശാരീരികമായ ബലത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. മനസ്സിന് ബലമില്ലാതെ വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തെയും സാരമായി ബാധിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ബലം കെടുത്തിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം നേരിടേണ്ടതായി വരുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ബലം അഥവാ ഉൾബലം കുറഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടുന്നത്? ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്. 138 സങ്കീർത്തനം 3 വാക്യത്തിൽ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നാം ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സകല ഹൃദയവിചാരങ്ങളും അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവം ചെയ്യുന്നത് എന്താണ്? അവിടുന്ന് നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെ നല്ല ഉൾബലം ലഭിക്കുന്നതായ ഒരു വ്യക്തിക്ക് ശാരീരികമായ ബലവും സ്വതവേ ലഭിക്കുന്നു എന്നുള്ളത് നമുക്കറിവുള്ളതായ ഒരു കാര്യമാണല്ലോ. മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആദ്യമായി ചെയ്യേണ്ടുന്നത് എന്താണ്? കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അതുമാത്രമാണ് അതിനുള്ളതായ ഏക പോംവഴി. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് പിതാവായ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും പിതാവാം ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ അനുവാദമില്ല. കാരണം അവിടുന്ന് അത്യുന്നതനായ ദൈവമാണ്. ദൈവം ആത്മാവാണ്. അങ്ങനെയുള്ള അത്യുന്നതനായ സർവമഹത്വധാരിയായ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ ഒരു മനുഷ്യനും അനുവാദമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ പിതാവാം ദൈവത്തോട് അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാൻ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് ഉത്തരം അരുളുകയും അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ ബലം നൽകി അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് 138 സങ്കീർത്തനത്തിൽ നാം വായിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉൾബലം ഏറ്റവും വിലയേറിയതാണ്. ആ ഉൾബലം അവർക്ക് നൽകുന്ന ധൈര്യം നിമിത്തം ഏതൊരു പ്രതിസന്ധിയെയും നേരിടുവാനുള്ളതായ ഉൾക്കരുത്ത് ദൈവം അവർക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ തകർന്നു പോകാതെ ഇരിക്കുന്നത്. എല്ലാ വഴികളും അടയുമ്പോഴും അവർ ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം ധൈര്യത്തോടെ ജീവിക്കുന്നു. ലോക മനുഷ്യർ തകർന്നു പോകുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവമക്കൾ പിടിച്ചു നിൽക്കുന്നു. ധൈര്യത്തോടെ ആ പ്രതിസന്ധികളെ നേരിടുന്നു. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ ഉൾബലമുണ്ട്. ആ ഉൾബലം നൽകുന്ന ധൈര്യം നിമിത്തം ഏതൊരു പ്രശ്നത്തെയും ധൈര്യത്തോടെ നേരിടുവാൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
സ്വർഗീയനാദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും ഇതേവരെ ഈ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് സാധിക്കും. എന്നോട് ചേർന്ന് ഇവണ്ണം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എനിക്കങ്ങേ ആവശ്യമാണ്. അവിടുന്ന് ഈ താണലോകത്തിലേക്ക് വന്ന് എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവർ ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിപാവനമായ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുത്തെ ഞാൻ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. യഹോവയിന്റെ ജീവൻ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവയിന്റെ രക്ഷയതും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയിന്റെ ജീവൻ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവയിന്റെ രക്ഷയതും, ഞാൻ ആരെ ഭയപ്പെടും? ഒരു സൈന്യമെന്നേരെ പാളയമിറങ്ങിയാൽ നിർഭയമായി വസിക്കും. വൈരി എന്നോട് പൊരുതുവാൻ അടുത്തിടിലും ഞാൻ നിർഭയമായി വസിക്കും. ഒരു സൈന്യമെന്നേരെ പാളയമിറങ്ങിയാൽ നിർഭയമായി വസിക്കും. വൈരി എന്നോട് പൊരുതുവാൻ അടുത്തിടിലും ഞാൻ നിർഭയമായി വസിക്കും.